കണ്ടാൽ നല്ല മഴ ഒരു രക്ഷയില്ല. അപ്പോൾ ഈ മഴയത്ത് നല്ലപോലെ സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് സൊമാറ്റോ ലോൺ നമ്പർ 94 ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 12 ജൂലൈ 2024. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, നല്ല ദിവസമാണ്. വെള്ളി ശനി ഞാൻ നല്ല ഓട്ടമുണ്ട്. ഞായറാഴ്ച കൂട്ടേണ്ട ആവശ്യമില്ല, വെള്ളി ശനി സൂപ്പറാണ്. അപ്പോൾ വെള്ളിയാഴ്ച വൈകിട്ട് 6 to 10 വർക്ക് ചെയ്യാൻ പോകുന്ന സമയം. ഇപ്പം പോയി കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 500 അടിക്കാൻ പറ്റും, 600 കൂടുതൽ അടിക്കാൻ പറ്റും ഈ മഴ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഈ മഴ മാക്സിമം ഒരു 5 മണിക്കൂർ പെയ്യണം, 4-5 മണിക്കൂർ പെയ്താൽ മാത്രമേ നമുക്ക് ഏണിങ്സ് ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ പോവാം, സമയമൊക്കെയാണ്, നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. നല്ല മഴയല്ലേ? വാ 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 വാ, കമോൺ കമോൺ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. പറ. ഓക്കെ, നമ്മൾ വണ്ടി സ്റ്റാർട്ട് കഴിഞ്ഞു. വാ പയ്യെ ബാക്ക് എടുക്കാം. ലൈറ്റായിട്ട് മഴ കുറയുന്നുണ്ട്. മഴ കുറഞ്ഞാൽ ശരിയാവില്ല, മഴ വേണമെങ്കിൽ കണ്ടതാവുള്ളൂ അല്ലേ. ശരി, ഓക്കെ, പോയിട്ടാ, ബൈ, സീ യു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വെക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം എല്ലാം ഉണ്ട്. റെയിൻകോട്ട് കയ്യിലല്ല, ഇട്ടിരിക്കുകയാണ് ദേഹത്ത്. ഈ മഴ എങ്ങനെ പെയ്താൽ കൊള്ളായിരുന്നു. 4 മണിക്കൂർ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് സർജ് ഓണാക്കി കിടക്കും ഫുള്ളായിട്ട്. നല്ലപോലെ സമ്പാദിക്കാൻ പറ്റും. എക്സ്ട്രാ ഒരു 200 കിട്ടും, വേറെ ഒന്നുമില്ല എത്ര തന്നെ. അപ്പോൾ പോകാൻ വേറെ വിഷയമൊന്നുമില്ല. കമോൺ ഗായ്സ്, കൊട്ടൊക്കെ നിൽക്കണം. വാ വാ വാ. മേഘം കറുക്കാതെ പെണ്ണെ പെണ്ണെ, സാറല്ലടിക്കാതെ പെണ്ണെ പെണ്ണെ. ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടാ? ഇവിടെ നമുക്ക് 5 മിനിറ്റ് നിന്ന് നോക്കാം. ഓർഡർ അടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ജഗതി വഴിയൊക്കെ കടങ്ങോട്ട് പോകാം. ഓക്കെ ഓക്കെ. ഇന്ത്യൻ 2 സിനിമ പടം ഫ്ലോപ്പ് എന്നാണ് പറയണത്. പടത്ര പോരാ, എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു. കാരണം അറിയാമല്ലോ ഫസ്റ്റ് പാർട്ട് അത്ര വരും എന്തായാലും. കാരണം മേക്കിംഗ്, പ്രൊമോഷൻ കണ്ടാൽ മനസ്സിലായി പടം ഡ്രോപ്പ് ആവേണ്ട സിനിമയല്ലേ, പിന്നെയല്ലേ റിലീസായത് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട്. അതുകൊണ്ട് പടത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് അറിയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും തിയേറ്ററിൽ പോയി കാണേണ്ട ആവശ്യമില്ല, പടം പോരെന്നാണ് പറയുന്നത്. അപ്പോൾ വീട്ടിൽ OTT കാണാം. ഓക്കെ. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ഫസ്റ്റ് എന്ത് രസമായിരുന്നില്ലേ ആ പടമൊക്കെ. അതിൻ്റെയൊക്കെ സെക്കൻഡ് ഇറക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര സംഭവമായിരിക്കും. ചുമ്മാ പറ്റാനൊന്നുമില്ല. അത് ഇന്ത്യൻ ഫസ്റ്റ് ഹിറ്റാവുള്ള മെയിൻ കാരണം മ്യൂസിക് കൂടെയാണ്. അപ്പോൾ ആ ലെവലിൽ ഈ പടം വരെ വെച്ചാൽ വരില്ല. കാരണം മ്യൂസിക് അത്ര പോരാ. കാരണം AR റഹ്മാൻ അല്ല ഈ പടത്തിന് പാട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ആ ഒരു കുറവുണ്ട് മെയിനായിട്ട്. പിന്നെ കഥയിലും വലിയ സംഭവമൊന്നും ഇല്ലെന്നാണ് പറയണത്. ശരി, നമുക്ക് വേറെ എന്തെങ്കിലും പറയാം. ഇനി പറഞ്ഞിട്ട കാര്യം നമുക്ക് വേറെല്ലാം പറയാം. അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ കണ്ടല്ലോ, നല്ല മഴയാണ്. ഇപ്പോഴത്തെ വൈബ് എന്ന് പറയുമ്പോൾ നോർമൽ വൈബ്, അത്ര വലിയ ആക്റ്റീവ് ആയിട്ടില്ല. കുറച്ച് ഫോമായി വരണമെങ്കിൽ താമസിക്കും. ടോട്ടലായിട്ട് ഇന്നൊരു നല്ല മൂടല്ല. രാവിലെ തൊട്ടൊരു മാതിരി ഒരു ഉറക്കക്ഷീണമായിരുന്നു. പിന്നെ വൈകിട്ട് വ്ളോഗ് ചെയ്യണോ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയാണ്. ശരി, എന്താ ചെയ്തേക്കാം. ഇപ്പോൾ എന്തായാലും ക്യാമറ ശരിയായല്ലോ, ഇനി ഗ്യാപ്പ് ഇടണമെന്ന് പറഞ്ഞാണ് വ്ളോഗ് ചെയ്ത് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലപോലെ വന്നോളൂ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു മാതിരി മൂഡ് ഓഫ് ആയിരിക്കുന്നത്. കുറച്ച് മുമ്പ് ശരിയാക്കുള്ളൂ. ഓക്കെ ഓക്കെ, വേറെ വിഷയമൊന്നുമില്ല, വേറെ ഒരു വിഷയമില്ല. മേഘം കറുക്കാത പെണ്ണെ പെണ്ണെ ടൺ 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 ടൺ. അപ്പോൾ ഒരു 100 പെട്രോൾ അടിച്ചാലോ. നമ്മൾ കയറുമ്പോൾ തന്നെ ആരെങ്കിലൊക്കെ ക്യൂ നിൽക്കും അവിടെ കയറി. ഷേറ്റ് പോണ പെട്ടെന്ന്. ഫ്രണ്ടിൽ ആട്ടം നിൽക്കുകയായിരുന്നാ. ശരി, കുഴപ്പമില്ല. ഇത്ര നേരം ആളില്ല. കേട്ടോ, നമ്മൾ പോകുമ്പോൾ ആൾക്കാർ എപ്പുറത്ത് പോവാം. 100 രൂപയ്ക്കേ. ഓക്കെ, പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഓർഡർ അടിച്ചാൽ വെയിറ്റ് പേഴ്സ് വെച്ചോട്ടൊന്ന്. പേഴ്സ് വെക്കാൻ സമയം എന്താ? റെയിൻകോട്ട്, പാൻറ്റിൻ്റെ അകത്ത് പാൻറ്റ്, ആ പാൻറ്റിൻ്റെ അകത്തൊരു പോക്കറ്റുണ്ട്. ആ പോക്കറ്റാണ് പേഴ്സ് വെക്കേണ്ടത്. അതെന്ത് മെനക്കിടുന്നറിയാമോ? ശരി, ഓക്കെ. ഇവിടെ ആംബ്രോഷ്യ, കുഴപ്പമില്ല. സർജുണ്ട് 20 രൂപ. ശരി, പോന്നാ. അയ്യോ, അടച്ചില്ലല്ലോ. അടയ്ക്കാതെ ഇവിടെ പോവാം സുധീഷേ. പെട്ടെന്നാട്ട് മഴ തീരെ മുമ്പ് 5 ഓർഡർ എടുക്കണം. കമോൺ കമോൺ, കൊയ്ക്ക്. കൈ ചറുവുണ്ട് തോന്നുന്നത്. അപ്പോൾ മഴയില്ല, അതുകൊണ്ട് ചറുവുണ്ട് പിടിക്കട്ടെ ലാസ്റ്റ്. ഓക്കെ, പോന്നാ. ഫസ്റ്റ് ഓർഡർ അടിച്ചുകൊണ്ട് പോകേണ്ട സ്ഥലം ആംബ്രോഷ്യ ബേക്കറി സ്റ്റേഷൻ. ഇവിടുന്ന് കറക്റ്റ് 2 കിലോമീറ്റർ ദൂരം കാണുമായിരിക്കും. സർജ കൊണ്ട് വേറെ എന്ത് വേണം അല്ലേ, സമ്പാദിച്ച് കൂട്ടാന്ന് ലക്ഷക്കണക്കിന് രൂപകൾ. മഴവെള്ളം മാത്രം മുകളിൽ നിന്ന് വേണം, കാക്ക തൂറല്ല ദയവ് ചെയ്ത്. കാരണം ഇവിടെ കുറേ മരമുണ്ട്. ആ മരത്തിൽ നിന്ന് കാക്കകൾ ദിവസം തൂറിയിടാണ്. ഇതൊരു ഭയങ്കര ഇഷ്യൂ ആയിരിക്കണം, സത്യം പറയാലോ. ഇതൊക്കെയാണ് ഗവൺമെൻറ് നോക്കേണ്ടത് അല്ലേ. ചുമ്മാ ഫണ്ണ്. കൈ ചെറുണ്ട് ഭയങ്കരമായിട്ട്. ഗ്രിപ്പ് കിട്ടണല്ലോ ഹാൻഡിൽ. വെള്ളം വെച്ച് നല്ല തുടച്ച് നോക്കാം അല്ലേ. ഇപ്പം ഗ്രിപ്പ് കിട്ടണം അങ്ങോട്ട്. അവിടെ ഗ്രിപ്പ് കിട്ടണമെന്നില്ല. ഇവിടെ സിഗ്നൽ ഓഫ് ആയിരിക്കണം. ഓഹോ, ഹാൻഡ് സിഗ്നൽ. ശരി, വെയിറ്റ് ചെയ്യാം. ജഗതി ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. വരിവരിയാ നിൽക്കുന്നത് ആട്ടോ കാർ എന്ന് പറഞ്ഞുകൊണ്ട്. ഒരു 100 കാർ കാണും അല്ലേ വരിവരിയായിട്ട്. അതാണ് ബൈക്കാണെന്നുണ്ടെങ്കിൽ ഈസി കയറി പോകും. ഇതുവഴിയാണെങ്കിൽ ഇതുവഴി ഇങ്ങനെ ലെഫ്റ്റ് കയറി പയ്യെ കയറി പോവാം. ഓഹോ, ഇവിടെയും വെള്ളം. ഇവിടെ കാറിൻ്റെ കുഴിയാണ്, പണി കിട്ടും. ഈ മഴ ഇപ്പോൾ നിൽക്കാറേ ഒരു 3 ഓർഡർ സർജ് കിട്ടിയാൽ മതിയായിരുന്നു. 100 രൂപ പെട്രോൾ കിട്ടുമായിരുന്നു. 100 കേട്ടോ, 80 രൂപ കിട്ടും. നമ്മളങ്ങനെ ബേക്കറി എത്തിയിട്ടുണ്ട്. ആംബ്രോഷ്യ. ഇവിടെ കൊണ്ട് വണ്ടി ഒതുക്കിയാലോ. മഴയത്ത് വണ്ടി ഒതുക്കും സൂക്ഷിക്കണം. മണൽ വെച്ച് കഴിഞ്ഞാൽ പൂന്തിപ്പോൾ പിന്നെ വണ്ടി മറിഞ്ഞ് വീഴും. ഓക്കെ, റിച്ച് ലൊക്കേഷൻ. റെഡി ആയില്ല, 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, റെഡി വന്ന് വാ. കുഴപ്പമില്ല, 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത്. മേഘം കറുക്കാതാണ് ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ നിർത്തൂല്ലോ സുധീഷ്. വേറെ പാട്ട് പാട്. നോക്കണ്ടേ അമ്പാനെ. ഇതാരും ഇവിടെ ഇരിക്കണം, നമ്മുടെ ഫ്രണ്ടാണ്. അല്ല വേറെ ആരും. പയ്യെ നോക്കി കാലിച്ച് പോകണം. ചെറുക്കടിച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. സ്റ്റെപ്പ് കംപ്ലീറ്റ് നനവാണ്.
ആംബ്രോഷ്യ ദ ക്ലാസിക് ബേക്ക് ഹൗസ്. ഇവിടെ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്ത് ചെയ്യാൻ, ഭയങ്കര വിലയായിരിക്കണം. അവിടെയാണ്. ഓക്കെ 2925 ഇവിടെ അതാ ഇറക്കണം. ഈ സംഭവം അത് കുറ്റി പോലെക്കണം, ഇത് നമുക്കുള്ളതാണ് അല്ലല്ലോ. അപ്പോൾ ഓർഡർ പിക്ഡ്. ഇതിനല്ല, ഇതിൻ്റെ അപ്പുറം കടന്നവനാണ് ഈ KK ജോസഫ്. അങ്ങനെയാണ് ഇറങ്ങേണ്ടത്. ചർക്കി അടിച്ച് വീട് കഴിഞ്ഞാൽ ഞട്ടലോ തല ഇടിച്ചാൽ നോക്കണ്ട, പിന്നെ ഹോസ്പിറ്റൽ തന്നെ. കാരണം വർമ്മത്തിലടിയുള്ളൂ. വർമ്മടി എന്ന് പറയുമ്പോൾ ഓർമ്മ ഇന്ത്യൻ ടൂ പടം. ഓക്കെ മഴ കുറഞ്ഞല്ലേ. മഴയത്ത് വണ്ടി ഓടിക്കാൻ മാത്രമല്ല നടക്കുമ്പോൾ സൂക്ഷിക്കണം. ഓക്കെ മണി ഇപ്പോൾ കറക്റ്റ് 6:30 മണിയായിട്ടുണ്ട്. നമ്മൾ പോകുന്ന ലൊക്കേഷൻ മണക്കാട് ചിറമുക്കാണ്. ഇവിടെ നിന്ന് 4.4 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പോൾ കൊണ്ടുപോകുന്ന ഐറ്റം ബ്രൗണി കേക്കാണെന്ന് തോന്നുന്നു. ബ്രൗണി എന്ന് മാത്രമേ ഉള്ളൂ, പിന്നെ കട്ട്ലറ്റ് ഉണ്ട്, ഇത്ര തന്നെ. വേറെ വിഷയമൊന്നുമില്ല. ഇവിടെ ലെഫ്റ്റ് കയറി പോകാം അല്ലേ, നേരെയും പോകാം, ഇതുവഴി പോകാം. അവിടെ ഭയങ്കര ബ്ലോക്കായിരിക്കും. ഇപ്പോൾ തമ്പാനൂർ വെള്ളപ്പൊക്കം കാണുന്നില്ല, ചെറിയ മഴയല്ലേ, കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരെ പോകുന്ന റോഡ് എന്ന് പറയുന്നത് തമ്പാനൂർ ശാസ്താംകോയിൽ റോഡാണ്. അവിടെ നേരെ തമ്പാനൂർ പോയിട്ട് റൈറ്റ് കയറിയിട്ട് ഈസ്റ്റോട്ട് കയറി മണക്കാട് പോകുന്നു. ഓക്കെ ഇതാണ് റൂട്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല. ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമ്മോൺ, പോലീസ് നിൽക്കാൻ ഫ്രണ്ടിൽ ഷോ കുറച്ചാൽ കൊള്ളാം. നമ്മൾ ഹെൽമെറ്റിൽ ക്യാമറ വെച്ചാൽ ഓക്കെ, നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്, ഹെൽമെറ്റ് വയ്ക്കാൻ പാടില്ല. കേരളത്തിന് മാത്രം റൂളാണ്. ചെസ്റ്റ് മോഡിങ് വിഷയമില്ലല്ലോ അല്ലേ. ഓക്കെ നമ്മളിങ്ങനെ തമ്പാനൂരെത്തി. തമ്പാനൂർ ശാസ്താംകോയിൽ കാണിച്ചു തരണോ? ഇതവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് അത് കണ്ടു പോവാം. തത്വമസി. നല്ല ഭക്തിഗാനം, സൂപ്പർ. ഏതോ ഒരു പാട്ട് കേൾക്കണം. അയ്യപ്പ ശരണം അയ്യപ്പ ശബരിഗിരി വാഴു. നമ്മളങ്ങനെ തമ്പാനൂർ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ റൈറ്റിലാണ് പോകേണ്ടത്. ആൾക്കാരൊക്കെ പോട്ട് നമ്മൾ പതുക്കെ ക്രോസ് ചെയ്ത് പോയാൽ മതി. ഫസ്റ്റ് ആൾക്കാർക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, എന്നിട്ട് മതി മറ്റുള്ള വാഹനങ്ങളൊക്കെ അല്ലേ. അതൊക്കെ പണ്ട് പഠിച്ചാണ് ലൈസൻസ് എടുക്കാൻ നേരത്ത്. അപ്പോൾ ഓട്ടോക്കാരെ വന്നു ഇടയ്ക്ക് എവിടെ നിന്ന് ചാടി വന്ന്. മഴ സമയത്ത് പുറത്തിറങ്ങാൻ പാടാണ്, പക്ഷേ മഴ സമയത്ത് ഇതുപോലത്തെ വ്ളോഗാണ് സൂപ്പറാണല്ലേ. ആണല്ലേ, പറ അല്ലേന്ന് പറ. അല്ലേ 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 അല്ലേ. ഉള്ളി ഇടുപ്പേ ഒട്ടിയാണ് എതുക്ക്, ഒത്ത വിരൽ മോതിരം പൊതുമടി അതുക്ക്. അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നല്ലപോലെ കണ്ട് ഷെയർ ചെയ്യുക. 10 പേർക്കല്ല, നിങ്ങൾക്ക് എത്ര കൂട്ടുകാരുണ്ട് അത്ര ഷെയർ ചെയ്ത് വിടുക. മാക്സിമം ഈ വർഷം 1 ലക്ഷം അടിക്കണം സബ്സ്ക്രൈബർ. അതാണ് ഏറ്റവും വലിയ എയിം. പിന്നെ നല്ലപോലെ റവന്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ ലോങ് റൈഡൊക്കെ പോവാം. അപ്പോൾ ഇതാണ് ഈസ്റ്റ് കോട്ട്. അപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ നല്ല ലൈറ്റ് ഇട്ടാ സൂപ്പറായിരുന്നു. നല്ല വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. സൈഡിൽ കയറും, പയ്യെ കയറാം, ഇടിച്ചുകളയിൽ. അവിടെ നിന്ന് ബസ്, ഇവിടെ നിന്ന് ഓട്ടോ. അയ്യോ ഇത് പാടുണ്ട വണ്ടി ഓടിക്കാൻ. പക്ഷെ നമുക്ക് ഓടി ശീലിച്ചിട്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ചുവന്ന കോട്ട, മുട്ടിമുറിച്ചാൻ കോട്ട എന്ന് പറയും. ഇവിടെ നിന്ന് ഇപ്പോൾ വണ്ടി വന്ന് പറയണ്ട എന്നാ. പോട്ടെ എല്ലാവരും സൂക്ഷിച്ച് പതുക്കെ പോകണം. മഴയാണ്, ബ്രേക്ക് കിട്ടില്ല വണ്ടിയിൽ. അള്ളേ തള്ളേ. നമ്മളതിനെ അട്ടക്കുളങ്ങര എത്തിയിട്ടുണ്ട്. ഇതെല്ലാം കാണിക്കണോ? കാണിച്ചേക്കാം, പോകുന്ന വഴിക്കുള്ള കാഴ്ചകളല്ലേ. അട്ടക്കുളങ്ങര മണക്കാട്. റൈറ്റ് സൈഡ് കാണുന്നതാണ് ബുഹാരി ഹോട്ടൽ. അടുത്ത് ബുഹാരി ജ്യൂസ് ഉണ്ട്, അത് ഫേമസ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഹോട്ടലിൽ പുട്ട് എന്ത് സംഭവം ഉണ്ടോ. ഇപ്പം കുഴപ്പമൊന്നും ലോക്കാണ്, പഴയ കാര്യം പറഞ്ഞത്. എന്ത് ഇത്ര ബ്ലോക്ക് ഇത്? എൻ്റെ അമ്മോ, JCB പോകണം. JCB പോയി കഴിഞ്ഞാൽ നോക്കണ്ട, പിന്നെ ഒരൊറ്റ സൈക്കിൾ പോലും ഫണ്ടി പോകാൻ പറ്റില്ല. ആ ലെവലായി പോണത്. ഇതെന്ത് ഓട വെള്ളമാണോ അതോ ചെളി വെള്ളമാണോ? ഈ കാല് തറ വയ്ക്കണ്ട, കാല് തറ വയ്ക്കാതെ ഓടിക്കാം മഴ സമയത്തൊക്കെ. കാരണം എല്ലാം മിക്സായി വരും. പയ്യെ കയറി പോകാൻ ഇടിക്കുമോ? ഇല്ലല്ലോ, ഇടിക്കല്ലേ എണ്ണ, ബാക്ക് എടുത്താൽ ഇടിക്കും. JCB മാത്രമല്ല, വേറെ എന്തൊക്കെ ബ്ലോക്ക് ഉണ്ട് ഫ്രണ്ടിൽ. എൻ്റെ അമ്മ എന്തൊരു ബ്ലോക്ക് ഇത്. പയ്യെ ഫ്രണ്ടിൽ കയറി പോകാൻ പറ്റും. ഓട് കയറാൻ പറ്റും, പതുക്കെ കയറി പോകാം. കമോൺ കൊയ്. എൻ്റെ അമ്മ എന്തൊരു ബ്ലോക്ക് മണക്കാട് ഭാഗത്ത്. ഈ വഴി വരണ്ടായിരുന്നല്ലോ. ഓക്കെ ലൊക്കേഷൻ എത്താറായി. മേടമുക്ക് കഴിഞ്ഞ് അടുത്ത ചിറമുക്കാണ്. ചിറമുക്ക് മേടമുക്ക് എല്ലാം വരുന്നത് മണക്കാടിലാണ്, ആറ്റുകാലടുത്തായിട്ട്. ശരി, എവിടെയാണ് ലൊക്കേഷൻ പറഞ്ഞത്? ഈ ലെഫ്റ്റ് സൈഡിൽ വണ്ടി ഒതുക്കാം, എന്നിട്ട് മാപ്പ് നോക്കാം. ഹൗസ് നമ്പർ 177. ലൊക്കേഷൻ തന്നെ ഹൗസ് നമ്പർ കാണാനില്ല. ശരി, വിളിച്ചു നോക്കാം. ലാൻഡ് മാർക്ക് നോക്കിയപ്പോൾ ബാക്കിലാണ് പറഞ്ഞത്. ബാക്ക് തിരിക്കാം. വിൻ ട്രേഡേഴ്സ് ഇവിടെ പറഞ്ഞത്, അതിൻ്റെ ഓപ്പോസിറ്റാണ് പറഞ്ഞത്. ഒരു ഹൗസ് നമ്പർ പോലും വീട്ടിൽ എല്ലാം മാഞ്ഞു പോയി. ഇങ്ങനെയൊക്കെ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? 127 എത്തി. അതുകൊണ്ട് എത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ലൊക്കേഷൻ. അല്ലാതെ ചുമ്മാ മാപ്പ് നോക്കി പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. ഇവിടെ അല്ലേ? ഓക്കെ താങ്ക് യു. ഓർഡർ ഡെലിവേർഡ്. പോന്നാ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 62 രൂപയാണ്. ഇതിനകത്ത് 20 രൂപ സർജ് ഉണ്ട്. അപ്പോൾ 42 രൂപ ഓർഡറാണ് പ്ലസ് 20 രൂപ സർജ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നേരം കൊണ്ട് മണക്കാട് പോവാം. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ബുർജ് അൽ മന്തി ആയിരിക്കും. ശരി, എന്തെങ്കിലും ആവട്ടെ. അയ്യോ, ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയണം. മണി ക്യാഷ് ലിമിറ്റ് കഴിഞ്ഞാണ്ടാ. അത് ക്യാഷ് ലിമിറ്റ് കഴിഞ്ഞ് ഇങ്ങനെ വരും. അപ്പോഴത്തേക്ക് നമ്മൾ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ആയിരിക്കും വീട്ടിൽ പോവാം. ശരി, ഓക്കെ പോന്നാ. സർജ് ഇപ്പോഴും ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. മഴയില്ല. മഴ ഉണ്ടെങ്കിൽ ഒരു ത്രില്ലുള്ളൂ അല്ലേ. എന്തോന്നുണ്ടേ മഴയൊക്കെ. നിങ്ങൾക്ക് എന്തിനു കാണിക്കണത്? അമർ അക്ബർ എന്തോണി പടത്തിൽ പറയും പോലെ കൊതിപ്പിച്ചിട്ട് അങ്ങ് കടന്നു കളഞ്ഞല്ലേ. ബർജ് അൽ മന്തി. ഞാനിതിനെ പണ്ട് പറയുന്നത് ബുറാജ് അൽ മന്തിയാണ്. ഇപ്പോഴാണ് മനസ്സിലായത് ബർജാണ്. ബർജോ. ശരി, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അത് വിഷയമില്ല.
നമുക്ക് വേണ്ടത് ഓർഡറാണ്. റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടില്ല, 7 മിനിറ്റ് ആവും, വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ റെഡി വന്ന് അപ്പോൾ എവിടെ ഓർഡർ ഐറ്റം 4226 അത് ഇത് തന്നെ 6. ഓക്കെ ഇത് തന്നെ പിക്ഡ് ഓർഡർ. ഓക്കെ ഫുഡ് അടുത്ത് ബാഗ് വെച്ചിട്ടുണ്ട്. ഇനി വണ്ടി എടുക്കാനാണ് പാട്. നമ്മൾ പോകേണ്ട അപ്പർ സൈഡിലേ പോകേണ്ടത്. അപ്പോൾ തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്ര വണ്ടി ഒന്നുകൊണ്ടൊക്കെയാണ്. ഇതെങ്ങനെ തിരിക്കും നമ്മൾ ഇതിൻ്റെ ഇടയിൽ കയറി? അതാണ് കഴിവ് നമ്മൾ അല്ലേ. ഇത്രയും വണ്ടിയിലിടയിൽ കൊണ്ട് നമ്മൾ ഒരു സെക്കൻഡ് ഗ്യാപ്പിൽ കയറി പോയാൽ പോയില്ലെങ്കിൽ എത്ര തന്നെ. അവിടാ ആരും എന്താ പരിചയമില്ല, കുഴപ്പമില്ല. ആരും നിന്നിട്ട് വെയിറ്റ്. ഓക്കെ അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇങ്ങനെ തിരിഞ്ഞാൽ മതി, ഇത് സേഫാണ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വലിയ ദൂരമാണ്. ഇവിടെ 3.1 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പോൾ കൊണ്ടുപോകുന്ന ഐറ്റം യമൻ ചിക്കൻ മന്തി അങ്ങനെയും പറയാം. മണി ഇപ്പോൾ കറക്റ്റ് 7:30 മണിയായിട്ടുണ്ട്. 7:30 മണിക്ക് 2 ഓർഡർ അടിച്ച്, മഴയും ഇല്ല ഒന്നുമില്ല, എല്ലാം പോയി. എന്തിനാണ് ഇത്ര ബ്ലോക്ക് ഇന്ന് എന്ത് പറ്റി ഇന്ന്? സംഭവം എന്താ ഒരു പിടിയിട്ടില്ല. പറഞ്ഞതുപോലെ ആരെങ്കിലും ആൾ എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കണം, പറയാതെ ആൾക്കാരനോടല്ലേ എന്ത് ചെയ്യാൻ പറ്റും. മണക്കാട് പോകത്ത് വരാനേ പാടില്ല ഈ സമയത്തൊക്കെ. ഭയങ്കര ബ്ലോക്കായിരിക്കും. എൻ്റെ അമ്മോ അണ്ണം കയറി വരണ. ശരി എണ്ണ പോട്ടെ. ഇവിടെയൊക്കെ റോഡ് ഭയങ്കര മോശമാണ്, രക്ഷയില്ല. പയ്യ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് കയറുന്നത്? ഈ റോഡ് ഇടയ്ക്ക് ശരിയാക്കിയല്ലേ പിന്നെയും പഴയ പോലെ. പക്ഷെ എന്ത് ഇത് കഷ്ടം കൃഷ്ണ എന്നല്ലേ പഴഞ്ചൊല്ലു. ഇത് എവിടെയാണ് കുഴി റോഡാ? എങ്ങനെ പോവാൻ? ശരി ഒരു ഊഹിച്ച് പോവാം. ലെഫ്റ്റ് കയറി പോവാം, വലിയ കുഴപ്പമില്ല. നടുക്കെപ്പോഴും കുഴിയായിരിക്കും. എന്തോ ഇത് ചെറിയ മഴയ്ക്ക് വെള്ളം കയറിയാ? പക്ഷേ ഒരു വലിയ മഴയ്ക്ക് പോയത് റോഡ് കാണാൻ പറ്റില്ലല്ലോ. അമ്മോ ഇതെന്തോന്നുണ്ട ഇത്? പെട്ട് പോയല്ലോ സുധീഷേ. അങ്ങോട്ട് വരണ്ടായിരുന്നു ഈ വഴിക്ക്. വേറെ വഴിയില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഓയ്യോ എവിടെയാണ് കുഴി റോഡാ? ജയമേ വിഴല്ലേ, വീട് കഴിഞ്ഞ് അറിയാമല്ലോ. എൻ്റെ അമ്മ സുധീഷേ സൂക്ഷിച്ച് സേഫ്. ഓക്കെ ഒന്നുമില്ല ഇഞ്ചി മുട്ടായി ഒന്നുമില്ല. അതുപോലെ പായാനല്ലേ. എൻ്റെ അമ്മ സത്യം പറ ചെറുതായിട്ട് പഠിച്ചേട്ടാ. ഒരു കരിങ്കല്ലെ പുറത്ത് കയറി ഇറങ്ങിയാൽ മതി, ബാലൻസ് തെറ്റി വീഴും. അതാണ് ഏറ്റവും വലിയ വിഷയം. ഈ റോഡ് മൊത്തം ഇങ്ങനെയാണല്ലോ. ഇതൊക്കെ ഒന്ന് ശരിയാക്കിയാൽ കൊള്ളായിരുന്നു ഗവൺമെൻറ്. പെട്ടെന്നാവട്ടെ. എന്തൊക്കെയോ ശരിയാക്കുന്നുണ്ട് സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊക്കെയാണ് വേണ്ടത്. പാവപ്പെട്ട ജനങ്ങൾ എങ്ങനെ ഈ വഴി പോകും? ബുദ്ധിമുട്ടില്ല അവർക്ക്. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. വാ കാലി വരെയാണ്. ഒരു ഓർഡർ 1/2 മണിക്കൂർ പോകണ്ട. ഓക്കെ ലൊക്കേഷൻ തറായി. ഇവിടുന്ന് റൈറ്റിലാണ് പോകേണ്ടത്. എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് എത്തി. എൻ്റെ അമ്മോ ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഇവിടെയാണോ ഓർഡർ ചെയ്ത്? ഓക്കെ 290. ഓക്കെ തരാം. 290 പോയിട്ട് 210 രൂപ ഉണ്ടാവട്ടെ, കുഴപ്പമില്ല. ഓക്കെ അടുത്ത ഓർഡർ അടിച്ചുണ്ട്. ഒരു മിനിറ്റ്. ഗോഡ്സ് 7 ബർഗറാ. ഇതെവിടെ ലൊക്കേഷൻ? കണ്ണാന്തുറ. ഇവിടെ ഞാൻ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. എൻ്റെ അമ്മ ഇങ്ങനെ ക്യാഷ് തന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നത് അക്കൗണ്ടിൽ പൈസ കുറവും, അടുത്ത ഇനിയും ബ്ലോക്ക് ആവില്ല. ശരി ഓക്കെ പോന്നാ. ഇപ്പോൾ ലാസ്റ്റ് കൊടുത്ത ഓർഡർ പേയ്മെൻറ്റ് പറഞ്ഞത് 63 രൂപ 10 പൈസയാണ്. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ച സ്ഥലം ബർഗർ. ഇത് ഗോഡ്സ് 7 ബർഗർ. പോകേണ്ട റേഞ്ചൊക്കെ ഇവിടെ 2.9 കിലോമീറ്റർ ദൂരമുണ്ട്. പിക്കപ്പ് ലോങ് ആണ്, കുഴപ്പമില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെ കേട്ടോളൂ. തങ്കത്തിങ്കൾ കുടയായി മഴയായി നീരാഴിയായി. കറക്റ്റ് തന്നെ ലിറിക്സ് കറക്റ്റ് തന്നെ. സുധീഷേ പാടല്ലേ, ഒട്ടും കൊള്ളില്ല പാട്ട്, ബോറാക്കാതെ. ഓക്കെ നമ്മൾ ലൊക്കേഷൻ എത്തി. അപ്പുറത്താണ് പോകണത്. ക്രോസ് ചെയ്ത് വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. വേറെ വഴിയില്ല, കാരണം വണ്ടി വയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കറങ്ങി പോകണം. അങ്ങനെ കറങ്ങി വരണം, ഒരു കിലോമീറ്റർ കറങ്ങണം. ഇവിടെ തന്നെ വയ്ക്കാം, കുഴപ്പമില്ല. കേട്ട് അപ്പോൾ പയ്യെ ക്രോസ് ചെയ്തപ്പുറത്ത് പോവാം. ഇങ്ങനെയൊക്കെ ലൊക്കേഷൻ ആക്കി ഒന്ന് പാടെന്ന് പറയുമ്പോൾ വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല. അതേ സമയത്ത് വണ്ടി പാർക്ക് ചെയ്യണം, ലൊക്കേഷൻ കുഴപ്പമില്ല. ക്രോസ് ചെയ്യാനല്ലേ പാട്. അയ്യോ ദേഷ്യം പറഞ്ഞിട്ട് വയ്യ. ഈ ഓർഡർ എടുത്ത് ഇവിടെ കൊണ്ട് വച്ചിട്ട് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്ത് അതങ്ങനെ കറങ്ങിപ്പോകണം. ഉണഷ്ടം പിടിച്ച ഒരു ഓർഡറായി പോയി. ശരി കുഴപ്പമില്ല, വാ. സർജ് കൊണ്ട് ഓർഡർ അടിക്കുന്നത് വലിയ കാര്യം, എന്ത് ചെയ്യാൻ പറ്റുമല്ലേ. സുധീഷ് ഹൈവേ ആണ്, നോക്കി ക്രോസ് ചെയ്യണം കേട്ടല്ലോ. ചാടിക്കറിക്കളയിൽ വണ്ടികളെ സ്പീഡിൽ വരും. വേണ്ട അതാ വണ്ടി പോട്ട്. പയ്യെ പോകുമ്പോൾ ഒരു കുഴപ്പമില്ല, വാ കയറി. അത്രേ ഉള്ളൂ സുധീഷ്, എളുപ്പം. കാണിക്കണത് എനിക്ക് ആവശ്യമില്ലാതെ. പോട്ടെ ഇതൊരു ബ്ലോക്ക് ഇഞ്ചക്കൽ ഭാഗത്തൊക്കെ. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. എൻ്റെ അമ്മ ഇത് ബുദ്ധിമുട്ടുണ്ടാ. സൂപ്പർ മാരിയോ ഗെയിം കളിക്കുമ്പോൾ കളിക്കണല്ലേ, ചാടി കടയിൽ കൂടെയൊക്കെ. ഓക്കെ ചോദിച്ചോക്കെ റെഡിയായാണ്. റെഡി വരുമോ? ഇവിടെയാണോ? ആയുണ്ട്. ഓക്കെ ഇതല്ലോ. ഓക്കെ ശരിയാണ്. ഓക്കെ ഓർഡർ കൈപ്പറ്റിയിട്ടുണ്ട്. ഓക്കെ പിക്കഡ്. ഓക്കെ മണി ഇപ്പോൾ കറക്റ്റ് 8:10 ആവറായി. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ MLA റോഡാണ്, മണക്കാട്. ഇവിടുന്ന് കറക്റ്റ് 2.9 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ബ്രോസ്റ്റഡ് ചിക്കൻ ആയിരിക്കണം. കറക്റ്റായിട്ട് അറിഞ്ഞു തരാമെന്നുള്ളത്. അപ്പോൾ ഒരുപാട് ലാറ്റായി പോയിട്ടാ. ഒരു 10-20 മിനിറ്റ് പോയി, കുഴപ്പമില്ല. ഭയങ്കര ട്രാഫിക് ബ്ലോക്ക്, ഒരു രക്ഷയില്ല. എൻ്റെ അമ്മോ 8 മണിയായിട്ട് ബ്ലോക്ക് പറയുന്നില്ല. ഓക്കെ ലൊക്കേഷൻ എത്താറായി. ഇവിടുന്ന് ഒരു 50 മീറ്റർ ദൂരമേ ഉള്ളൂ.
45 കണ്ടുപിടിച്ച്. എല്ലാ ഹൗസ് നമ്പർ കാണും, നമ്മൾ നോക്കുന്ന ഹൗസ് നമ്പർ കാണില്ല. ഇതാണ് ഏറ്റവും വിശേഷപ്പെട്ട കാര്യം. എനിക്കറിയും ഇവിടെ ആയിരിക്കണം. ഇത് തന്നെ. സൊമാറ്റോ ഫുഡ് ഓർഡർ എവിടെയാണോ? സൊമാറ്റോ. ഓക്കെ. ക്യാഷാ ഗൂഗിൾ പേയാ? ഗൂഗിൾ പേ ആണോ? 529 രൂപ. 529. ഓക്കെ, ഓർഡർ എടുത്തു കഴിഞ്ഞ് അടുത്ത ഓർഡർ അടിച്ച് ബുർജ് അൽ മന്തി അക്സെപ്റ്റ് ഓർഡർ. പോന്നാ? അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല, ഉള്ളതെല്ലാം പൈസ അയച്ചു വിട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 60 രൂപ 96 പൈസയാണ്. ഇപ്പോൾ കിട്ടിയ ക്യാഷ് കളക്ഷനാണ്. ക്യാഷ് വാങ്ങിച്ച് ഗൂഗിൾ പേ ഉള്ള പൈസ 500 രൂപ ഉണ്ടായിരുന്നു. 500 രൂപ അടച്ചു വിട്ട്. ബാക്കി ഇനി ബാലൻസ് 100 ഉള്ളൂ. മൊത്തം 600 സംതിങ് ഉണ്ടായിരുന്നു. ഇനി അടുത്ത ക്യാഷ് പേയ്മെൻ്റ് ആണ് നോക്കണ്ട, വലിച്ച് എന്ത് ചെയ്യാമെന്ന് പിടിയില്ല. അക്കൗണ്ടിൽ പൈസയും കുറവായിരിക്കണം. ഇനി അടുത്ത ക്യാഷ് പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അക്കൗണ്ട് ബ്ലോക്കായി പോകും. നേരെ വീട്ടിൽ പോകും. അത്ര തന്നെ. അടിക്കണേ ഒരേ ക്യാഷ് പേയ്മെൻറ്റ് ആക്കി അടിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യൂലേ? എവിടെ പോകും ഇത്ര പൈസയ്ക്ക്? അക്കൗണ്ടിൽ എപ്പോഴും ഒരു 3000 ഇട്ട് വയ്ക്കണം. അത് ശരിയാവുള്ളൂ. ഇനി നമ്മൾ അഗൈൻ ബുർജ് അൽ മന്തി എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ബ്ലോക്കിന് കുറവൊന്നുമില്ല. ട്രാഫിക് ബ്ലോക്ക് തന്നെ. 2.5 മണിക്കൂറിൽ 3 ഓർഡർ നഷ്ടം. റീച്ച് ലൊക്കേഷൻ റെഡിയായി. വാ എടുക്കാം. ഇതാണത് ബീഫ് റുമാലി അല്ലോ. ഓക്കെ, ഇതിൽ നമ്പറില്ല. എന്നാലും ഇതാണ് കറക്റ്റ് ഓർഡർ എന്ന് പറയണേ. ശരി, പിക്ക് ചെയ്യാം. വാ, പിക്കഡ് ഓർഡർ കൊട്. പൂങ്കാറ്റേ തട്ടാടും പുതിതാനത്. ഇതൊക്കെ പഴയ കമലഹാസൻ്റെ പാട്ടാണ്. ഓക്കെ, ബൈ. സമയം ഇപ്പോൾ മണി ഇപ്പോൾ 8:30 മണിയായി. ഇപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഇടപ്പഴി. ഞാൻ ഇവിടെ 5.3 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം റുമാലി ഷവർമയാണ്. ബീഫ് റുമാലി ഷവർമ. അപ്പോൾ തളർന്നിടാ. അയ്യോ, ഭയങ്കര ട്രാഫിക്കായി പോയി. രക്ഷയില്ല. ഓട്ടം കുറവ്, ഒരുപാട് ക്ഷീണിച്ചു പോയി. ഇനി കുഴപ്പമില്ല, അങ്ങോട്ട് ഇടപ്പഴിഞ്ഞില്ല പോണത്. ഇനി വിഷയമില്ല. ഈ നരകത്തിൽ രക്ഷപ്പെടാം. മണക്കാട് ഭയങ്കര മോശം, ഭയങ്കര ബ്ലോക്ക്. ഓക്കെ, നമ്മൾ ഇടപ്പഴി ജംഗ്ഷൻ എത്തി. ഇവിടെ നിന്ന് നേരെ പാലം കഴിഞ്ഞ് ഉടനെ ലെഫ്റ്റ് എടുക്കണം. ഇവനോട് ആട്ടോ പുലിയാട്ടോ. ഓക്കെ, ലൊക്കേഷൻ തറയും. ഇവിടെ ലെഫ്റ്റ് പോകണം. 105 ഇവിടെയാണോ? ഓക്കെ. ശരി. ഓക്കെ, അപ്പോൾ പോകാം. ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഈശ്വരമായിട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 88 രൂപയാണ്. സൂപ്പർ, നല്ല പേയ്മെൻറ്റ് കേട്ടോ. സർജ് പോകണം. എപ്പോഴും മഴ പെയ്യുന്നുണ്ട് ഇവിടെയൊക്കെയോ. ഇവിടെ മഴയില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇടപ്പഴിഞ്ഞില്ലേ? അപ്പോൾ ശാസ്ത്രമംഗലം പോകാം. അവിടെ പോയി അടുത്ത ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും ഇപ്പോൾ കമോൺ ഗൈസ്, കട്ടാക്കി നിൽക്കണം. മണക്കാട് മാത്രം പോകേണ്ട ദൈവമേ. മണക്കാട് ഒഴിച്ച് വേറെ അവിടെ കാണിച്ചോ, ഒരു കുഴപ്പമില്ല. ഓക്കെ. സൊമാറ്റോ നമ്മളപ്പോൾ ഇങ്ങനെ പോകണം. എന്ത് പറ്റി ഇങ്ങനെയൊക്കെ പോകണം? 8 അടിച്ച്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ദി പാരിസ് ശാസ്ത്രമംഗലം. സൂപ്പർ, ചെറിയ ഓർഡറുമാണ്, കുഴപ്പമില്ല. സർജ് ഉണ്ടല്ലോ. സന്തോഷം വാഴ്ക്കയിൽ പാതിബലം. സന്തോഷം ഇല്ല എന്നാൽ മനിതനുക്ക് ഏത് ബലം. പുയൽ മയ്യം കൊണ്ടാൽ നാലേ ലാലീല. അടുത്ത ഓർഡർ. സൂപ്പർ, ഡബിൾ ഓർഡർ. ഇങ്ങനെയൊക്കെ സന്തോഷിപ്പിച്ച് എന്ത് ചെയ്യൂല്ലേ? എൻ്റെ അമ്മ 50 സർജ്. മണി അത് സന്തോഷത്തിൻ്റെ കൂടെ ഒരു തേപ്പ് തന്നിക്കുകയാണ്. സംഭവം ഇത് ക്യാഷ് ഓർഡറാണ്. അപ്പം അക്കൗണ്ട് ബ്ലോക്ക് ആവുമല്ലോ. അക്കൗണ്ടിൽ പൈസയില്ല, 100 രൂപയേ ഉള്ളൂ. ആരുടെ കടം മാറ്റാൻ പറ്റും, വേറെ നിവർത്തിയില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ബ്ലോക്ക് ആവും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരി, കുഴപ്പമില്ല. എന്ത് നഷ്ടം വന്നാലും ഓരോ നിമിഷവും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അത് തന്നെ. ഓക്കെ, നമ്മളൊന്ന് ശാസ്ത്രമംഗലത്തി. ദി പാരിസ് അവിടെ തന്നെ റൈറ്റ് സൈഡിലായിട്ട്. റീച്ച് ലൊക്കേഷൻ റെഡിയായ നോട്ട്. ഓക്കെ, രണ്ട് റെഡിയായല്ലോ, കൊള്ളാമല്ലോ, സൂപ്പർ. 7604. ഓക്കെ, 2 ഓർഡർ പിക്ഡ്. കൊതിയാവണം. ഷവർമ ഒരു സൈഡിൽ, പൊറോട്ട ഒരു സൈഡിൽ, ചിക്കൻ പൊരിച്ച ഒരു സൈഡിൽ, ചിക്കൻ ടിക്ക, തന്തൂരി. എൻ്റെ അമ്മോ, ഈ മഴ സമയത്ത് നല്ല വിശപ്പായിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ സഹിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പൈപ്പിൻ മൂടാണ്. ഇവിടുന്ന് 2.5 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം അൽഫാം മെക്സിക്കനാണ്. മെക്സിക്കൻ അൽഫാമാണ്. സത്യം പറയാൻ താഴ്ന്നു കേട്ടോ, നല്ല വിശപ്പുണ്ട്. ആ പൊറോട്ടയും അൽഫാം കണ്ടപ്പോൾ കൊതിയാവണം തിന്നാൻ വേണ്ടി. കണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ ജോലികൾ. നമ്മൾ വിശപ്പടക്കിയിട്ടാണ് മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സമയത്തിന് പറ്റണില്ല. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. വീട്ടിൽ പോയി ആഹാരം കഴിക്കാം. ഓക്കെ, ലൊക്കേഷൻ തറായി. എവിടെയാണ് വരണത് നോക്കട്ടെ. ഇവിടെയാണോ? അല്ലോ, എവിടെയാണോ വരണത്? വീട് എൻഡിലാണോ? ഇവിടെയാണ് വീട് വരണത്. ഇവിടെ വീടില്ലല്ലോ. റൂട്ട് മാറിയിട്ടാ. ഇത്ര നേരം കുഴപ്പമില്ലാതെ പോയാലും ഇപ്പം എന്ത് മാപ്പിൽ എന്ത് പറ്റി? ഇപ്പം ഹൗസ് നമ്പർ എവിടെ ഉണ്ടോ എന്തെങ്കിലുമൊക്കെ? ഇവിടെ ഒരു ഹൗസ് നമ്പർ പോലും ഇല്ല. ചതിച്ച് കളഞ്ഞല്ലോ പന്ന മാപ്പേ. എന്തായാലും കസ്റ്റമർ ചോദിച്ചായിരുന്നു. കസ്റ്റമർ പറഞ്ഞത് ഒരുമാതിരിയൊക്കെ. അപ്പോൾ അത് ഫോളോ അപ്പ് ചെയ്തങ്ങ് പോവാം. ഇവിടെ ഒരു കോവിലുണ്ടെന്ന് പറഞ്ഞു. അതൊരു കോവിൽ, കടപ്പത്തല ദേവക്ഷേത്രം. അതെവിടെ പറഞ്ഞത്? ഹൗസ് നമ്പർ 16. കോവിലിൻ്റെ അടുത്തെന്നാണ് പറഞ്ഞത്. ഇതാണ് പിടിക്കാത്തത്. കണ്ടാ, കുറേ ആയിട്ട് കറക്കും നമ്മളതുപോലെ. 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ പോകും. ഇതിനകത്തായിരിക്കുമോ? കയറി നോക്കിയല്ലോ പയ്യെ. സുധീഷിനെ സപ്പോർട്ട് സുധീഷ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് വരാൻ ചാൻസ് ഇല്ലെന്നാണ് തോന്നുന്നത്. വെറുതെ കയറണ്ട, വേസ്റ്റ്. ബാക്കെട്.
ഇങ്ങോട്ടാണ് പോകണമെന്നേ പിടിയില്ലല്ലോ. പക്ഷേ അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ അലയാൻ പോണു കുറേ, അത് മാത്രം ഉറപ്പായി. എവിടെ 91 ഒക്കെ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് വിളിച്ച് നോക്കാം ഈ ആർച്ചിൻ്റെ അവിടെ നിന്ന്. ഓക്കെ, കസ്റ്റമർ വിളിച്ചായിരുന്നു, പിന്നെയും അടുത്ത് വേറെ അങ്ങോട്ടോ പറയുന്നത്. ശരി, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പോയി റൂട്ട് കറക്റ്റ് ആരും തോന്നുന്നുണ്ട്, അവിടെ കസ്റ്റമർ വരാൻ പറയണത്. ശരി, പോയി നോക്കാം. അതുപോലെ അവിടെ ആവശ്യം പറഞ്ഞ് കണ്ടില്ല, മാപ്പ് ലൊക്കേഷൻ വേറെ അവിടെ കാണിക്കണം, ആണ് ഞാൻ താഴെ ഇറങ്ങിയത്. പിന്നെ ഓക്കെ, ഒരുവിധം അങ്ങനെയൊക്കെ ലൊക്കേഷൻ കണ്ടുപിടിച്ചുകൊണ്ട് മോ, അതായത് നേരത്തെ നമ്മൾ കോവിലിന്നില്ലേ, ആ കോവിലിൽ അവിടെ നിന്ന് ബാക്കിലോട്ട് പോകണം, അവിടെയാണ് ലൊക്കേഷൻ വരുന്നത്. ഇപ്പോൾ കസ്റ്റമർ കറക്റ്റായി പറയാൻ ഇവിടെ വേറൊരാളും പറഞ്ഞു തന്നത്, കസ്റ്റമറിൻ്റെ കൂടെയുള്ള ആൾ. ശരി, കുഴപ്പമില്ല, എന്നാലും ശരിയായല്ലോ. ഇങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ ജോലി അല്ലേ, എന്ത് ചെയ്യാൻ പറ്റും. ചില സമയത്തൊക്കെ കസ്റ്റമർ അഡ്രസ്സ് ക്ലാരിറ്റി ആവില്ല, അപ്പോഴത്തേക്ക് നമ്മൾ എവിടെയെങ്കിലും കറങ്ങി എവിടെയോ പോയി നിൽക്കും. ഇപ്പം കുഴപ്പമില്ല, കണ്ടുപിടിച്ച് ഒരു അരമണിക്കൂർ പോയി. സംഭവം അടുത്തായിരുന്നു കേട്ടാ. അവിടെ പോയി നിന്ന് ഈ GPS ലൊക്കേഷൻ ഇങ്ങനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യില്ലേ, നമ്മൾ വർക്ക് ചെയ്യണത് GPS ലൊക്കേഷൻ നോക്കിയാണ്, അതേ തെറ്റിച്ച് കാണിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും. അത്ര ദൂരം കണ്ട എൻ്റെ അമ്മോ, സമയം വേസ്റ്റ്, പെട്രോളും വേസ്റ്റ്. ഇവിടെ അല്ലേ സൊമാറ്റോ സംഭവം, ഇത് ലൊക്കേഷൻ അവിടെ കിടക്കണ്ട, അത് മാറ്റിയാൽ മതി, കുഴപ്പമില്ല. GPS ലൊക്കേഷനേ മാറി കിടക്കുകയാണ് അത് സംഭവം. നമ്മൾ വർക്ക് ചെയ്യണം മൊത്തം ഇത് നോക്കിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് മാറി നമുക്ക് മൊത്തം പോകും. ഓക്കെ, ഇതിൻ്റെ അകത്താണ് സംഭവം. ഈ ആർച്ചാണ് പറഞ്ഞല്ലേ, ഞാൻ അവിടെ ആർച്ച് നോക്കി അകത്ത് പോയിട്ട്. ഓക്കെ, ഈ ആർച്ച് നമുക്ക് കണ്ടില്ല. ഇവിടെ മെയിൻ റോഡിന് അകത്ത് കയറിയപ്പോൾ മാപ്പ് ലൊക്കേഷൻ അവിടെ കാണിച്ചു, മുകളിൽ ആ കയറ്റം കയറങ്ങ് മുകളിൽ കാണിച്ചു. കുഴപ്പമില്ല, GP ആണല്ലേ, ആ GPS മാറ്റിയാൽ മതിയേ. ഓക്കെ, ഇത് സ്കാൻ ചെയ്താൽ മതി. 7604 മതി തന്നെ. ഓക്കെ, ശരി, ഓക്കെ, താങ്ക് യു. ഓക്കെ, ഓർഡർ ഡെയിലി പാർട്ട്. അപ്പോൾ അടുത്ത പോകേണ്ട ലൊക്കേഷൻ പേരൂർക്കടയാണ്. ഇവിടെ 2.9 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം പൊറോട്ടയാണ്. അടുത്ത അഡ്രസ്സിന് കറക്റ്റ് കാണിക്കണ മാപ്പ്, ഈ ടാപ്പ് കാണിക്കും വിചാരിച്ചില്ല. മാപ്പ് കാണിച്ചാണ് കസ്റ്റമർ ലൊക്കേഷൻ വെച്ചാണ് മനസ്സിലാവുള്ള സംഭവം. വേറൊന്നുമില്ല, എല്ലാ കസ്റ്റമറുടെ അടുത്ത് പറയാനൊരു കാര്യം, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ പ്രാവശ്യം ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ കറണ്ട് ലൊക്കേഷൻ ചെക്ക് ചെയ്യുക, GPS കറക്റ്റ് ആണെന്നുള്ള കാര്യം. കാരണം എവിടെയെങ്കിലും ലൊക്കേഷൻ കാണിക്കും, നമ്മൾ ഒരുപാട് കറങ്ങി സമയം വേസ്റ്റ് ആവും, നിങ്ങളെ ഫുഡും ലേറ്റ് ആവും. അതേ സമയത്ത് നമ്മളെ പ്രശ്നം അറിയാമല്ലോ എന്തൊക്കെയാണ്. ഇപ്പോൾ ഓർഡർ ഡിലേ ആകുമ്പോൾ ഓർഡർ എണ്ണം കുറയും, ഇൻസെൻറ്റീവ് അടിക്കില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കസ്റ്റമറൊക്കെ മാക്സിമം ഫുഡ് ഓർഡർ ചെയ്യുമ്പോഴായിട്ട് ഈ കാര്യങ്ങളെ ചെക്ക് ചെയ്തോണം. ഓക്കെ, നമ്മളിങ്ങനെ പേരൂർക്കട എത്തി. ഇവിടെ നിന്ന് നേരെ പോയി റൈറ്റ് പോകണം, ഇന്ത്യ നഗർ കയറോട്ടാണ്. ശരി, ഓക്കെ. റീസെൻറ്റർ കൊടുത്ത് എവിടെ പോണത്, ഇപ്പോൾ വട്ടായി. റീസെൻറ്റർ കൊടുത്ത റീസെൻറ്റർ ആവണം, എവിടെയൊക്കെ ഇറങ്ങി നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ശരിയായി. സാറ് നീ എന്നെ വട്ടാക്ക്, ഇപ്രാവശ്യം ഞാൻ നിന്നെ വട്ടാക്കി. ഇതാണ് കർമ്മ, മനസ്സിലായ? കാത്ത വരാറ് കത്തറ വിട പോറാറ് തിരുകടക്കാട്ട പടം പൊട്ടി പാളിച്ചായല്ലോ. ഓക്കെ, ഇത് തന്നെ ഹോസ്റ്റ് നമ്പർ കറക്റ്റ്. ഇതെങ്കിലും കറക്റ്റായി കാണിച്ചല്ലോ. ഇവിടെയാണോ? ഓക്കെ, അതെ, അഭിജിത്ത്. ഓക്കെ, ശരിയാണ്. ഓക്കെ, അപ്പോൾ പോകുന്ന. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 107 രൂപ 14 പൈസയാണ്. താത്ത വരാറ് കതറ വിട പോറാറ് തിമിറ വിട പോറാറ് ഫ്ലോപ്പ് വിട പോടാറ് സോഷ്യൽ മീഡിയ ഫുള്ള് നെഗറ്റീവ് അഭിപ്രായം ഭയങ്കരമായിട്ട്. പടം പോയി, നോക്കണ്ട നീ. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്, ലാസ്റ്റ് ഓർഡർ അടുത്ത് തന്നെ മിഷ്ടി ആൻഡ് മോർ അല്ലേ. ഇപ്പോൾ ഈ ഓർഡർ കൊടുത്ത് നേരെ വീട്ടിൽ പോകാം. മണി ഇപ്പോൾ കറക്റ്റ് 9:50 ആയിട്ടുണ്ട്. ഓക്കെ, വിശക്കണം. ഓക്കെ, ഇതാണ് മിഷ്ടി ആൻഡ് മോർ. ഇവിടെ കൊണ്ട് വണ്ടി ഒതുക്കിയിട്ട് റീച്ച് ലൊക്കേഷൻ റെഡി ആയാലും 7 മിനിറ്റ് ആവും. ഓക്കെ, റെഡിയായിപ്പാ. അല്ല 30317. ഓക്കെ, ഇത് തന്നെ. വണ്ടി ലുക്ക് അല്ലേ, ഒരു രക്ഷയില്ല, സൂപ്പർ അല്ലേ. നമ്മുടെ വണ്ടി വേറെ ലെവലാണല്ലേ. ഓക്കെ, പോന്നാ കമോ. ഓമ്മോ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ശാസ്തമംഗലാണ്. ഇവിടുത്തെ 2.2 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം അമൃത്സറി പേട. സംഭവം പാൽപേട പോലത്തെ പേടയാണ്. ചിന്ന ചിന്ന കങ്കൾ. ഇവിടെ ഏത് വീട്? ഇത് തന്നെ, ഈ വീട് തന്നെ. ഓക്കെ, ഈ വീട് തന്നെ കറക്റ്റ്. ഇവിടെ അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 55 രൂപ 19 പൈസയാണ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഓർഡർ. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് വീട്ടിലോട്ട് പോയി ആഹാരം കഴിക്കാം. വിശകണ് കമോൺ കൊയ്ക്ക്. അപ്പോൾ ഇന്ന് കിട്ടിയ മൊത്തം ഓർഡർ 7 ഓർഡറാണ്. മൊത്തം വർക്ക് ചെയ്ത മണിക്കൂർ 3.9, 4 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. മൊത്തം കിട്ടിയ പേയ്മെൻറ്റ് 266. ഓർഡർ ഏണിംഗ് സർജ് പേ 170. സൂപ്പർ ഓഫർ 110 രൂപ, അതായത് 110 ഇൻസെൻറ്റീവാണ്. ടോട്ടൽ എല്ലാം കൂടെ മൊത്തം കിട്ടിയ പേയ്മെൻറ്റ് 546.40 പൈസയാണ്. ഓക്കെ, ഇന്ന് ഓടിക്ക് മൊത്തം കിലോമീറ്റർ എന്ന് പറയുന്നത് 39.4 കിലോമീറ്റർ, 40 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കണക്കും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ലൈവായിട്ട് കാണിച്ചു തരണം, അതാണ് നല്ലത്. ഇന്ന് വീട്ടിൽ പോയിട്ട് കാണാപ്പാടം പഠിച്ചിട്ട് ആഹാരം കഴിക്കുമ്പോൾ പറയാൻ പാടായിരിക്കണം, ഓരോ പ്രാവശ്യം റേറ്റാക്കി പോകണം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ലൈവായിട്ട് കാണിച്ചു തരണം. ഇനി എല്ലാ പ്രാവശ്യം ഇങ്ങനെ കാണിക്കാം, അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ പോകാൻ വേറെ വിഷയമൊന്നുമില്ലോ, ഞാൻ വീട്ടിൽ പോകാം. കമോൺ കൊയ്ക്ക്. ഓക്കെ, വീടെത്തി കഴിഞ്ഞിട്ടുണ്ട്. സംഭവം മറന്നുപോയി വീഡിയോ കാര്യം, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നത്തെ കാപ്പി എന്താന്ന് സന്തോഷം. ഓ, അശ്വിൻ്റെ ആൾ സ്കൂളിൽ പോകണ്ടല്ലോ, ഹാപ്പി.
അപ്പോൾ വൈശൂട്ടി നേരത്തെ ഉറങ്ങും അതുകൊണ്ട് ബ്ലോഗിൽ വരൂല. അപ്പോൾ നാളെ ലീവ് ആയതുകൊണ്ട് ഇന്ന് ഞാൻ ഉറങ്ങിയില്ല. ഇന്ന് കുറച്ച് താമസിച്ച് ഉറങ്ങുള്ളൂ. കുറച്ച് കളിയും ചിരിയൊക്കെ കാണും വീട്ടിൽ. വാ ബ്ലോഗിൽ വാ. അതേ പറഞ്ഞു പോ 4 കാര്യം. നിങ്ങൾ ഫാൻസ് ഉണ്ട്. ഒരാള് പേരെന്തോ അൽസാം എന്തോ പറഞ്ഞല്ലോ. എന്റെ ഫാനല്ല, വൈശൂട്ടിയുടെ ഫാനാണ്. ഡോറ ബുജിയ. അപ്പൊ ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത് ചപ്പാത്തി ആൻഡ് ഉരുളക്കറിയില്ലേ, വെജിറ്റബിൾ കുറുമ. കുറച്ച് കഴിച്ച് തുടങ്ങി. അപ്പോൾ മറന്നേ പോയി വീഡിയോ ഗ്യാസ് അതാണ്. അപ്പോൾ കഴിക്കാം. വാ, എന്തോ ബഹളം അവിടെ. കഴിച്ചോട്ട്. ചപ്പാത്തി എടുക്കുക, വെജ് കുറുമയിൽ ഇങ്ങനെ വയ്ക്കുക, ചുരുട്ടി എടുക്കുക. സൂപ്പർ. ഡോറ 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 പയനം. ഡോറ ഡോറ ചുട്ടി ഡോറ. വാ വാ. ഈ ഡോറയാ? ഡോറ എന്ന് പറയുമ്പോൾ ഓർമ്മയാണ് ഗൂഗിൾ മാപ്പിനെയാണ്. ഞാനാണ് മാപ്പ്. ഇന്ന് മാപ്പ് എന്നെ കുറെ കറക്കി കഷ്ടപ്പെടുത്തി. 1/2 മണിക്കൂർ 3/4 മണിക്കൂർ പോയി വെറുതെ. മാപ്പ് കാണിക്കും ഇടയ്ക്കിടയ്ക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല. മാപ്പ് എന്നെ ഒരുപാട് കറങ്ങി വശോട്ടി വിഷമായി പോയി. എൻ്റെ വാ വശോട്ടി വാ. എൻ്റെ വാ. അതല്ല പിന്നെ വന്യ വാ. എൻ്റെ പോ. സമയം കൊണ്ട് ഞാൻ കഴിച്ചിട്ട് പോകും. രാവിലെ അതൊക്കെ ഡയലോഗ് പറയണം. അപ്പോ ജീവിതത്തിൽ കാരണം അപ്പൊ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടക്ക് നിൽക്കണം. പറ പറ.